സാക്ഷാൽ പരമേശ്വരന്റെ വലിയ ഭക്തനുമാണ്. അങ്ങനെയുള്ള ആ രാവണൻ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ ശരിയാണ്. ഇനി ദശരഥ തനൂജനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നതിന് ഒരു കാര്യവുമില്ല. ചിലപ്പോൾ രാമനെ നമുക്ക് കണ്ടുകിട്ടാം. എപ്പോഴും രാമനെ തന്നെ വിളിച്ചില്ല, രാമനെ കിട്ടും. ചില സമയത്ത് രാമനെ നന്നായി തിരയിലും നന്നായി അന്വേഷിച്ച് നടന്നാലും ചിലപ്പോൾ രാമനെ കണ്ടിട്ടില്ല. ഇനി നിനക്ക് എന്താണ് ഈ രാമനെ കൊണ്ട് ഉപകാരം എന്ന് ചോദിച്ചു. ഒരു കാര്യവുമില്ല, ഒരു ഗുണവുമില്ല. ഓമലെ പറയാണ്, അവിടെ നല്ല വാക്കുകളെ കൊണ്ടൊക്കെ പറയാണ്. അപ്പൊ ഭഗവാൻ സാക്ഷാൽ നിർഗുണൻ തന്നെയാണ്, ആത്മാരാമനാണ്, നിർഗുണനാണ്. ആ നിർഗുണനായ ആ ഭഗവാനെ കൊണ്ട് നിനക്ക് ഒരു കാര്യവുമില്ല എന്ന് പറയുന്നു. സുദൃഢവും മനവരതമുഖൂഹനം ചെയ്യലും സുഖിരമരികെ വസിക്കലും തവ ഗുണസമുദയമലിവോട് കുലിക്കലും താല്പര്യം നിന്നിലില്ലവനേതുമേ. നിന്നില് അവന് ഒരു താല്പര്യവുമില്ല. ഭഗവാൻ ഒന്നിനോടുമില്ല താല്പര്യം. ഒരു വസ്തുവിനോടും ഭഗവാന് പ്രത്യേകിച്ച് താല്പര്യമില്ല. അപ്പൊ അതും രാവണൻ പറയുന്നത് ശരി തന്നെയാണ്. നിന്നോട് പ്രത്യേകിച്ച് ഒരു താല്പര്യവും ഇല്ല പറഞ്ഞാൽ ഭഗവാൻ ഒന്നിനോടും ഒരു താല്പര്യവുമില്ല. ശരണം അവനൊരുവരുമൊരിക്കലും ശക്തി വിഹീനൻ വരികയുമില്ലല്ലോ. കിമഭിനഹി ഭവതി കരണീയം ഭവതിയാൽ കീർത്തിഹീനൻ കൃതജ്ഞൻ തുലോം നന്മമൻ അതരഹിതനറിയരുതു കരുതുമളവാർക്കുമേ. മാനഹീനൻ പ്രിയേ പണ്ഡിത മാനവൻ നിഖിലവനതരനിവഹമധ്യസ്ഥിതൻ പ്രശം നിഷ്ഠുജനപ്രിയൻ വേദഹീനാത്മകൻ സ്വഭജനുമരവൻ സുരവരനും അവനൊക്കുമേ. സ്വക്കലം ഗോക്കളും ഭേദമില്ലേതുമേ. ഭഗവാൻ ശക്തിവിഹീനനാണ് എന്ന് പറയണം. ഇപ്പൊ ശക്തിയില്ല കൂടെ. സീതാദേവി അവിടെ ലങ്കയിലാണ്. അപ്പൊ അതും സത്യമാണ്. ശക്തി